ഒരുക്കുകയാണിവിടെ മനുഷ്യപുത്രൻ തിരുബലിയെ ഓർക്കുകയാണിവിടെ ഓർക്കുകയാണിവിടെ മനസ്സൊരു സക്കാരിയ ഒരുക്കുകയാണിവിടെ മനുഷ്യപുത്രൻ തിരുബലിയെ ഓർക്കുകയാണിവിടെ ഓർക്കുകയാണിവിടെ. ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മെ എല്ലാവരെയും കർത്താവിന്റെ തറയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നു മുതൽ ലോക്ക്ഡൗൺ, സമ്പൂർണ്ണ ലോക്ക്ഡൗണിലേക്ക് നീങ്ങുകയാണ്. ഒരിക്കലും നിരാശരാകാതെ, പ്രത്യാശ കൈവരിയാതെ, ഉദ്ധിതനായ ക്രിസ്തുവിൽ പൂർണ്ണമായിട്ടും ശരണപ്പെട്ടുകൊണ്ട് നമ്മുടെ ജീവിതാവസ്ഥകളെ പരിപൂർണമായിട്ട് ഈശോയ്ക്ക് കാഴ്ചവെക്കാം. ദൈവത്തിന്റെ അറിവില്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല എന്നുള്ള വലിയ ബോധ്യം നമ്മുടെ മനസ്സിന്റെ ആഴത്തിൽ പതിപ്പിക്കാം. കർത്താവിന്റെ വലിയ സമാധാനവും ഇടപെടലും നമ്മുടെ വ്യക്തിപരമായും കുടുംബപരമായും സമൂഹങ്ങളിലൊക്കെ ധാരാളമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ബലി ആരംഭിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പനപോലെ തിരുനാമത്തിൽ ചേർന്നില്ല ഒരുമയോടെ അർപ്പിക്കാം. ഗുരുവിൻ സ്നേഹമോടെ സർവേശ്വരസ്തുതി. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വലോകത്തിൽ സർവേശ്വരസ്തുതി ഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വലോകത്തിൽ സർവേശ്വരസ്തുതി ഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വസ്ഥനായുള്ള പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ.
അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പാപത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഇതോടെ നാം രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായുള്ള പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന്റെ വീരണത്തിന് വേണ്ടി അങ്ങയുടെ പ്രിയപുത്ര നൽകിയ ദിവസങ്ങൾ പ്രത്യാശയോടെ പരികർമ്മം ചെയ്യുവാൻ ബലഹീനങ്ങളെ യോഗ്യരാക്കണമേ. ആത്മശരീരങ്ങളെ പൗത്രിക്കുന്ന ഈ പരിഹാര ബലി ഞങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യുവാനും അങ്ങയുടെ തിരുക്കുമാരന്റെ ഉത്ഥാനത്തെ നിരന്തരം പ്രവർത്തിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും തന്റെ പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ. സകലേശാമി തിരുനാമം വാഴ്ത്തേരും ഞാൻ കലവരനും. കർത്താവേ സ്തുതി പാടും, അനുദിനമങ്ങേ പാടും ഞാൻ. മഹിമ നിറഞ്ഞവരും പാരം സ്തുത്യനുമെന്നും അനവധിൻ അവതാരി തലമുറയോടെന്നും വിവരിക്കും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനങ്ങളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാഥ അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിഞ്ഞോട് നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മുഖത്തുപെടുത്തുവാൻ ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ എല്ലാവരുടെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായ എന്നേക്കും ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മധ്യനു അക്ഷയമവരുടെ ആത്മാവിൻ എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്തെ പരിപാലിക്കുന്നവരുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്ത്രീയും കൃതജ്ഞതയും
ആരാധനയും സമർപ്പിക്കുവാൻ വിടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവന സർവേശ, പരിപാവന ബലവാനേ, പരിപാവന അമർത്യനേ, നിത്യവാനങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം ഇപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. സഹോദരനെ, പൗലോസ്ലിയ എഫെസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം അധ്യായം 1 3 മുതൽ 14 വരെ വാക്യങ്ങൾ ഓരോ ആശീർവദിച്ചാലും മിശിഹ സഹോദരൻ അനുഗ്രഹിക്കട്ടെ. സ്വർഗത്തിലെ എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളാലും മിശിഹായിൽ നമ്മെ അനുഗ്രഹിച്ച നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. കാരണം തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. അവിടുത്തെ തിരുമനസ്സിന്റെ പ്രീതി അനുസരിച്ച് ഈശോ മിശിഹ വഴി നമുക്ക് വേണ്ടി നമ്മെ ദത്തുപുത്ര സ്ഥാനത്തേക്ക് അവിടുന്ന് മുൻകൂട്ടി നിശ്ചയിച്ചു. ഇത് തന്റെ പ്രിയപ്പെട്ടവനിലൂടെ നമ്മിൽ ചൊരിഞ്ഞ അവിടുത്തെ മഹത്വപൂർണമായ കൃപയുടെ പുകഴ്ചയ്ക്ക് വേണ്ടിയാണ്. അവനിൽ അവിടുത്തെ കൃപയുടെ സമ്പന്നതകത്ത് തന്റെ രക്തം വഴിയുള്ള വീണ്ടെടുപ്പ്, അപരാധങ്ങളുടെ മോചനം നമുക്കുണ്ട്. ഇത് അവിടുന്ന് സമ്പൂർണ്ണ ജ്ഞാനത്താലും വിവേകത്താലും നമ്മിലേക്ക് വർഷിച്ചിരിക്കുന്നു. അവിടുന്ന് തന്റെ പ്രീതി അനുസരിച്ച് അവനിൽ നിശ്ചയിച്ചു നൽകിയ തിരുമനസ്സിന്റെ രഹസ്യം നമുക്ക് വ്യക്തമാക്കി തന്നു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സമസ്തവും മിശിഹായിൽ സമയത്തിന്റെ പൂർണ്ണതയിൽ ഏകീഭവിപ്പിക്കുന്ന പദ്ധതി, തന്റെ തിരുമനസ്സിന്റെ തീരുമാനപ്രകാരം എല്ലാം നിറവേറ്റുന്ന അവിടുത്തെ പദ്ധതി അനുസരിച്ച് മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടവരായി ഞങ്ങൾ അവനിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇത് മിശിഹായിൽ മുമ്പേ പ്രത്യാശ അർപ്പിച്ച ഞങ്ങൾ അവന്റെ മഹത്വപൂർണമായ പുകഴ്ചയ്ക്ക് വേണ്ടിയായിരിക്കുന്നതിനാണ്. അവനിൽ നിങ്ങളും സത്യത്തിന്റെ വചനമായ നിങ്ങളുടെ രക്ഷയുടെ സുവിശേഷം കേട്ട് അവനിൽ വിശ്വസിച്ച് വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവാൽ മുദ്രിതരാക്കപ്പെട്ടിരിക്കുന്നു. അവിടുത്തെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി വീണ്ടെടുപ്പ് സ്വന്തമാക്കാനുള്ള നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമാണ് പരിശുദ്ധാത്മാവ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ആകാശം മാറും, ഭൂതലവും മാറും, ആദിമുതൽക്കേ മാറാറുള്ളത് തിരുവചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മായാറുള്ളത് തിരുവചനം മാത്രം. വചനത്തിന്റെ വിത്ത്
കതിരുകൾ കൊയ്യാൻ പോകാം, വചനത്തിന്റെ വിത്തു വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. ആകാശം മാറും, ഭൂതലവും മാറും, ആദ്യം മുതൽക്കേ മാറാറുള്ളത് തിരുവചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും നിന്നും മായാറുള്ളത് തിരുവചനം മാത്രം. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 14 അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ. മിശിഹായിൽ സ്നേഹമുള്ളവരെ, നമുക്ക് വലിയ ആശ്വാസം തരുന്ന വാക്കുകളാണ് ഇന്ന് ഈ തിരുവചനത്തിലൂടെ ഈശോ നമുക്ക് നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. നമ്മുടെ ഈ ഒരു സാഹചര്യം എപ്പോഴാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. സഹീയോൻ ഊട്ടുശാലയിൽ അന്ത്യത്താഴ് വേളയിൽ എല്ലാവരും ഈ ഊട്ടുമേശയ്ക്ക് ചുറ്റും കർത്താവും ശിഷ്യന്മാരും എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന സമയത്താണ് കർത്താവ് ഈ ഒരു വലിയ ആശ്വാസ വാക്കുകൾ ശിഷ്യന്മാർക്ക് നൽകുക. പ്രധാനമായിട്ടും അവരുടെ മനസ്സുകൾ, ശിഷ്യരുടെ മനസ്സുകളെ അസ്വസ്ഥമാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അവിടെയുണ്ട്. കാരണം ഒന്നാമതായിട്ട് അവരുടെ ഗുരുനാഥനുമായ ഈശോ അവരിൽ നിന്നും വേർപെടുന്ന സമയമായി ഈശോ പറഞ്ഞു. അതോടൊപ്പം തന്നെ തങ്ങളിൽ ഒരുവൻ, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും, അതും ആരാണെന്ന് ശിഷ്യന്മാർക്ക് അറിയുന്നില്ല. അതുപോലെ തന്നെ ശിഷ്യപ്രമുഖനായ പത്രോസ് ഈശോയെ തള്ളിപ്പറയുമെന്ന് ഈശോ മുൻകൂട്ടി പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞത് കേട്ട് വലിയ അസ്വസ്ഥതകളിലൂടെയാണ് ആ ശിഷ്യന്മാർ മുന്നോട്ട് പോവുക. അതുകൊണ്ട് അവർക്ക് വലിയ ആശ്വാസമേകൊണ്ട് ഈശോ പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിൽ വിശ്വസിക്കുവിൻ. ഇതെല്ലാം സംഭവിക്കുന്നത് നിങ്ങളെ കർത്താവിന്റെ സ്വർഗരാജ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് വഴിയും സത്യവും ജീവനും ഞാനാണെന്നുള്ള ഈ പ്രഖ്യാപനം ഈശോ നടത്തുമ്പോൾ എന്നിലൂടെ ഇല്ലാതെ ആർക്കും പിതാവിലേക്ക് വരുവാൻ സാധിക്കുകയില്ല എന്ന് ഈശോ വളരെ കൃത്യമായിട്ട് പറയുമ്പോൾ ഈശോയുടെ വഴിയെ സഞ്ചരിച്ച് അവിടുത്തെ പീഡാസഹനങ്ങളുടെ വഴിയിലൂടെ മുന്നോട്ട് പോയാൽ മാത്രമാണ് വലിയ ഉയർപ്പ് നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് സങ്കടങ്ങളിലും സഹനങ്ങളിലും പ്രയാസങ്ങളിലും ഒരിക്കലും നിരാശരാകേണ്ടതില്ല, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ടതില്ല എന്നുള്ള വലിയ ആശ്വാസ വാക്കുകൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാം. കാരണം എല്ലാ അസ്വസ്ഥതകളെയും സഹനങ്ങളെയും മരണത്തെയും പരാജയപ്പെടുത്തി ക്രിസ്തു ഉദ്ധിതനായി നമ്മോടൊപ്പമുണ്ട്. അതുകൊണ്ട് ഉദ്ധിതനായ ക്രിസ്തുവിൽ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളെയും സഹനങ്ങളെയും അതിജീവിക്കുന്ന ആത്മബലമാണ് നാം സ്വരൂപിക്കേണ്ടത്. ഓരോ പ്രതികൂല സാഹചര്യം കടന്നു വരുമ്പോഴും വലിയ നന്മയും അതുപോലെ തന്നെ വലിയ ആത്മബലവും നമുക്കുണ്ടാകുന്നുണ്ട്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നിരാശരാകാതെ ഉദ്ധിതനായ ക്രിസ്തുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വഴിയും സത്യവും ജീവനുമായ ക്രിസ്തുവിൽ പരിപൂർണമായിട്ട് ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജീവിത പ്രതിസന്ധികളെ ആത്മബലത്തോടെ തരണം ചെയ്യാനുള്ള കൃപാവരം നീ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ തിരുവചന ഭാഗം ശ്രമിക്കാം. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. തോമ പറഞ്ഞു, കർത്താവേ, നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? ഈശോ പറഞ്ഞു, ഞാനാകുന്നു വഴിയും സത്യവും ജീവനും, എന്നിലൂടെ ഇല്ലാതെ ആരും പിതാവിലേക്ക് വരുന്നില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും ഉത്സാഹത്തോടും കൂടി നിന്ന് കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വഴിയും സത്യവും ജീവനുമായ മിശിഹായെ, നിന്റെ പുനരുദ്ധാനത്തിൽ നിൽക്കുന്ന ഞങ്ങളെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും
മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്ക് ആനയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പരിഹാസത്തിന് അടയാളമായ കുരിശിനെ പുനരുത്ഥാനം വഴി മഹത്വത്തിന്റെ ചിഹ്നമായി ഉയർത്തിയ കർത്താവേ, ഞങ്ങളുടെ ശരീരത്തെ അതിന്റെ ദുരാശകളോടെ കുരിശിൽ തറയ്ക്കുവാനും ആത്മസമർപ്പണത്തിൽ ജീവൻ കണ്ടെത്തുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പുനരുത്ഥാനത്തിന്റെ മഹത്വത്തിലേക്ക് ദൈവജനത്തെ നയിക്കുന്നുള്ള പരിശ്രമങ്ങളിൽ ഞങ്ങളുടെ യജമാനന്മാരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദാരിദ്ര്യത്താലും ലോകത്താലും അറിയുന്നവരും സത്യത്തെ പ്രതിജ്ഞയോടെ അനുഭവിക്കുന്നവരും നിന്റെ മഹത്വപൂർണമായ സ്ഥാനത്തെയും അവർണ്ണനീയമായ സ്വർഗഭാഗ്യത്തെയും ഓർത്തുകൊണ്ട് നല്ല ഓട്ടം ഓടുവാനും വിശ്വാസം സംരക്ഷിക്കുവാനും വരം തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദിവ്യബലിയിൽ സജീവമായി പങ്കെടുക്കുവാനും ഞങ്ങളുടെ ജീവന്റെ ഉയർപ്പിന്റെയും കാരണമായ തിരിച്ചറിയ രക്തങ്ങൾ യോഗ്യതയോടെ സ്വീകരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പുനരുത്ഥാനത്തിന്റെ മഹത്വത്തിലേക്ക് ദൈവജനത്തെ നയിക്കുന്നുള്ള പരിശ്രമങ്ങളിൽ ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമായ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തരവിന് പിതാവുമായ മാർ ജോർജ് ആർജി മെത്രാപ്പൊലീത്തയെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷ സെബാസ്റ്റ്യൻ പിതാവിനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അനേകങ്ങൾ സമർപ്പിക്കുന്നു. മരണത്തെ ജയിച്ചടങ്ങിയ മിശിഹായ നിന്റെ സഭയിൽ സദാ സന്നിഹിതനായി നവജീവൻ കൊണ്ട് അതിനെ നീ നിറയ്ക്കണമേ. നിന്റെ പുനരുത്ഥാനത്തിൽ പങ്കാളികളാകുവാൻ വേണ്ടി നിന്റെ ബലിജീവിതങ്ങളെ സഹകാരികളാക്കണമേ. നിന്റെ സമാധാനം ശാന്തിയുള്ള സമൂഹത്തിലും കുടുംബങ്ങളിലും മനുഷ്യവർഗം മുഴുവൻ താമസിക്കുവാനിടയാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന്റെ കൃപാസനത്തിൽ നമ്മുടെ കടങ്ങളെയും പാപങ്ങളെയും കഴുകിക്കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. നെഞ്ചിൽ നിറയും വേദന എല്ലാം കണ്ണിൽ തുളുമ്പും നീർക്കണലായി. നെഞ്ചിൽ നിറയും വേദന എല്ലാം കണ്ണിൽ തുളുമ്പും നീർക്കണലായി. നാഥാ നിൻ സവിധേ നിൽപ്പു ഞാൻ പൂർണ്ണമായി ഏകുവാൻ നിൽക്കയാ. ഒരു കാഴ്ചയായി നേടാം നാഥാ. നെഞ്ചിൽ നിറയും വേദന എല്ലാം കണ്ണിൽ തുളുമ്പും നീർക്കണലായി.
സുരനുടെ സ്നേഹിതരേ, ശാന്തിലെ സർവ്വരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേൻ. മാർത്തോമായി നിലസാക്ഷികളെ സകലമേകളെ നമ്മുടെ കൂടെ ബലവാനാം കർത്താവിൽ നന്ദിക്കും. രാജാവാം ദൈവം നമ്മോടൊക്കെന്നും. യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. സർവശക്തനും പിതാവുമായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവുമായ സകലത്തിന്റെ സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവശക്തിയുള്ള ജാതനും യോനികളെല്ലാം മുമ്പ് പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിന്റെ കൂടെ സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. സ്ലീവായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തിൽ നിൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിനെ വർദ്ധമാക്കിയിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും മുതൽ പുറപ്പെടുന്ന സത്യാത്മാവും നിരാധാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനമാമോദിസായും ശരീരത്തിന്റെ ഉയർപ്പും വിധിയായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസ്മാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിനും ജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശ്രവദിക്കണമേ. എന്റെ സഹോദരനെ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുക. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ അഭിഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നിങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരങ്ങളാവുന്ന ദിവസങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്ന ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ.
അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുകയും നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുകയും ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി വിശുദ്ധരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോട് കൂടെ. ദൈവപിതാവിൻ സ്നേഹവും സഹവാസവുമേ നമ്മോട് ഉണ്ടാകട്ടെ. ഉയരത്തെ ഹൃദയവികാര ഉയരത്തെ ഹൃദയവികാര അബ്രഹാം യാക്കോബിൻ നിവർത്തൻ ദൈവമേ നിത്യം ആരാധ്യം രാജാവേ നിൻ സന്നിധി അഖില ചരാചരകർത്താവ് ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണതു യുക്തവുമാ ന്യായവുമാണതു യുക്തവുമാ ന്യായവുമാണതു യുക്തവുമാ ന്യായവുമാണതു യുക്തവുമാ. പരിശുദ്ധരൂപികളുമായ ക്രോവ്യന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേയ്ക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. ഈശലു സദകും Hosanna, 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 ഈശലു സദകും Hosanna, Hosanna, Hosanna. പരിശുദ്ധൻ പരിശുദ്ധൻ പരമശക്തൻ വീരങ്കലം മുഴങ്ങുന്നു ദൈവം ഈശ പരമഖിലവും അഖിലേശ്വര മഹിമയാൽ നിറയുന്നു തിരുഭവമേ. ഹോശാന ഈശലു സദകും Hosanna, Hosanna, Hosanna.
കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രി ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിലൊപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ ഇടപക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്തു. ഞാൻ ഈ ചിരതരം ചൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വം മുൻപിലണച്ച് കുമ്പിടുന്നു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങൾ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശുദ്ധനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി, ഞങ്ങൾ സഭയുടെ ധർമ്മപിതാവുമായ മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടി, ഞങ്ങളുടെ ഉപതാധ്യക്ഷനായ മാർ സെബാസ്റ്റ്യൻ പിതാവിന് വേണ്ടിയും ശുദ്ധ സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതരാത്മായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീയന്മാരുടെയും രക്തസാക്ഷികളുടെയും ഒന്നരുടെയും ബഹുമാനത്തിന് വേണ്ടി അങ്ങയുടെ സന്നിധിയിൽ പ്രീതികരമായ വിധം വർത്തിച്ച് നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടി, ഞങ്ങളുടെ അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടി, അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ദൈവദിനത്തിന് വേണ്ടി, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടി അയോഗ്യനായ എനിക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, ഏവരും ബലഹീനരും ക്ലേശിതരുമായി ദാസർവങ്ങൾ നൽകിയ മാതൃകാ പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിനൂടെ ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥന രക്ഷകരമായി ഈശോയുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാരത്തിന്റെയും മഹനീയവും ഭയഭക്തജനവും പരിശുദ്ധവും ജീവനായ ദൈവികമായ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായ ആദരപൂർവ്വം പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിൽ നിലവന്ന് നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടെ ആവസിച്ച് ഇതിനെ ആസ്വദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് നിങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഇവരുടെ വലിയ പ്രത്യാശയും നിന്നെ പ്രതിപ്പെടുത്തി എല്ലാവരും ഒന്നിച്ച് സ്വർഗ്ഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവനായകമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്തുവിധം
മായ്ച്ചു കളയണമേ. കർത്താവ് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്വരൂപവും സുഖവും ജീവനായകവും ദൈവവുമായ ഈ ദിവസങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ നാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവനായകമായ അപ്പം സ്വർഗ്ഗത്തിറങ്ങിയും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ വരയ്ക്കയില്ല, പ്രത്യേക പാപമോചന രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. യേശുനാഥനെഴുന്നള്ളും നിമിഷം എന്നുള്ള കലോടുന്ന നിമിഷം ഈ നിമിഷം ആരാധനയുടെ നിമിഷം നിമിഷം യേശുനാഥനെഴുന്നള്ളും നിമിഷം എന്നുള്ള കലോടുന്ന നിമിഷം ഈ നിമിഷം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിന്റെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തോടും ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോടെ സ്വയം പാപമോചനം യാചിക്കുകയും ചെയ്യാം. കർത്താവേ, നിന്റെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും ഒഴിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ സ്ഥിരീകരിക്കാം. കർത്താവേ, നിന്റെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. കർത്താവേ, നിന്റെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, നിന്റെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ദിവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, നിന്റെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനം കാരണമാകട്ടെ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും ദുർബല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ചു പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ലോകത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേൽ ഉണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ ഭാവനം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ.
സഹോദരനെ സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും നിത്യജീവൻ നൽകട്ടെ. പരിശുദ്ധവും ജീവിതായുധയുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന്റെ സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, പരിശുദ്ധവും ജീവനായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായ കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെ കുറിച്ച് അങ്ങയുടെ മഹനീയ ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ സ്ഥിരവും പരിശുദ്ധവും ജീവനായ ദൈവികമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവ് സകലേശൻ വീരമോട് തമ്മിൽ വർഷിച്ചു. സ്വലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭാഗ്യപ്പാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചു. ജീവൻ നൽകും ദൈവികമായ ശുദ്ധിയുള്ള രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാ അഖിലരിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി സംരക്ഷിതരായി തീരട്ടെ.
മുദ്രിതരായി ഭവിക്കട്ടെ ഇപ്പോഴും